സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഐശ്വര്യ രാധികയെ കൊണ്ട് നിർബന്ധിച്ച പ്രമാണത്തിൽ ഒപ്പിടിക്കാൻ ശ്രമിക്കുവാണ്. എന്നാൽ രാധിക ഒപ്പിടില്ലെന്ന് ഉറച്ച നിലപാട് പറയുക. അന്നേരം രാധികയുടെ കഴുത്തിൽ കത്തിവെച്ച് മര്യാദക്ക് ഒപ്പിട്ടോ അല്ലെങ്കിൽ നിന്നെ കൊന്നുകളയുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുവാണ്ടോ. അവസാനം രാധിക ഒപ്പിടാൻ വേണ്ടി സമ്മതിക്കുവാണ്. അങ്ങനെ ഒപ്പിടാനായി പേനയെടുത്ത് അതിലൊപ്പിടാൻ തുടങ്ങുമ്പോഴായിരിക്കും ഫിദയുടെ വേഷത്തിൽ ശ്യാമയും അമൃതയും അവിടെ എത്തുന്നത്. രാധികയെ ഐശ്വര്യ ഭീഷണിപ്പെടുത്തുന്നത് കണ്ട് ശ്യാമ ഐശ്വര്യ എന്നും പറഞ്ഞ് അലറി വിളിച്ച് അങ്ങോട്ടേക്ക് നടന്നെത്തുവാണ്. അങ്ങനെ ശ്യാമയെ കാണുന്നതും എല്ലാ പ്ലാനും പൊളിഞ്ഞു എന്നുള്ള മട്ടിലെ ടെൻഷനോട് കൂടി നിൽക്കുവാണ് ഐശ്വര്യം. മാലതിയും സോണിയൊക്കെ ഈ സമയം രാധികയാണെങ്കിൽ ഫിദ മേഡത്തെ കാണുന്നതും അവിടെ നിന്ന് വേണ്ടിയിട്ട് ഓടി ഫിദ മേഡത്തെ പോയി കെട്ടിപ്പിടിക്കുവാണ്. അന്നേരം ശ്യാമയാണെങ്കിൽ രാധികയെ ചേർത്ത് പിടിക്കുവാണ്. അങ്ങനെ ഐശ്വര്യക്ക് കണക്കിന് കൊടുത്ത് രാധികയെ ഐശ്വര്യയുടെ ആ ചതിയിൽ നിന്ന് രക്ഷിച്ച് അവിടെ നിന്നും കൂട്ടിക്കൊണ്ടു പോകുവാണ് കേട്ടോ ശ്യാമയും അമൃതയും ചേർന്ന്. പിന്നീട് വഴിയിൽ വെച്ച് കാർ നിർത്തിയിട്ട് അവർ പുറത്തേക്ക് ഇറങ്ങുവാണ്. ഈ സമയം ശ്യാമ രാധികയോട് എന്താ ഉണ്ടായെന്ന് ചോദിക്കുവാണ്. അന്നേരം അമൃതയും ചോദിക്കണേ, ദേവനാരായണൻ തിരുമേനിയെ പോലെ നിന്നെ സ്നേഹിച്ചിട്ടുള്ളതുപോലെ വേറൊരച്ഛനും ഒരു മകളെ സ്നേഹിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള ദേവനാരായണൻ തിരുമേനി എന്തുകൊണ്ടാണ് നിന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത്? അതിന് മാത്രം എന്ത് പ്രശ്നം അവിടെ ഉണ്ടായത്? അന്നേരം രാധികയാണെങ്കിൽ ഒന്നും മിണ്ടാതെ തലതാഴ്ത്തി നിൽക്കുവാണ്. ഈ സമയം ശ്യാമയും ചോദിക്കുക, എന്താ മോളെ, എന്താ സംഭവിച്ചത്, തുറന്നു പറ. അന്നേരം രാധിക എല്ലാ കാര്യങ്ങളും പറയാൻ തുടങ്ങുക. അത് പിന്നെ എന്നും പറഞ്ഞ് സിനിമയുടെ ഷൂട്ടിങ്ങിന് പോകണമെന്ന് പറഞ്ഞ് പ്രിയങ്ക രാധികയോട് കാല് പിടിച്ച് അപേക്ഷിച്ചതും അതിനുശേഷം ഇക്കാര്യം അച്ഛനും വീട്ടുകാരും അറിയാതെ രഹസ്യമായിട്ട് സൂക്ഷിക്കണമെന്ന് പറഞ്ഞതും പിന്നീട് അച്ഛൻ ചോദിച്ചപ്പോൾ തനിക്കൊന്നും അറിയില്ലെന്നും എല്ലാത്തിനും കാരണം ചേച്ചിയാണെന്നും പറഞ്ഞ് എല്ലാ കുറ്റങ്ങളും രാധികയുടെ മേൽ കെട്ടിവെച്ചതും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഫിദയോടും അമൃതയോടും ഒക്കെ പറയുവാണ്. അങ്ങനെ ഇതെല്ലാം കേട്ട് കഴിയുന്നതും രാധികയെ എല്ലാവരും വെറുക്കാനായിട്ട് പ്രിയങ്കയും മുത്തശ്ശിയും കൂടി ചേർന്ന് കളിച്ചൊരു നാടകമായിരുന്നു അതെന്നൊക്കെ എല്ലാവർക്കും മനസ്സിലാകുവാണ് കേട്ടോ. പിന്നീട് ശ്യാമ രാധികയെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കണേ, അങ്ങനെ അച്ഛൻ ഇറക്കി വിട്ടു കഴിഞ്ഞാൽ മോൾക്ക് പോകാൻ ഒരു സ്ഥലമില്ലെന്ന് കരുതിയോ? എന്നെ അമ്മയെപ്പോലെ കാണുന്നെന്ന് പറഞ്ഞിട്ട് എൻ്റെ അരികിലേക്ക് വരാൻ തോന്നിയില്ലല്ലോ എന്ന പരിഭവത്തോടു കൂടി ശ്യാമ പറയുവാണ്. എന്നിട്ട് രാധികയും കുട്ടി ശ്യാമ തൻ്റെ വീട്ടിലേക്ക് പോകുവാണ് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് പ്രൊമോയിൽ കാണിക്കുന്നത്. ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്